നമസ്കാരം. ഡൽഹി ജനവിധിയെ വിനയപൂർവ്വം അംഗീകരിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇനിയിപ്പോ ഇത് അല്ലേലും അങ്ങനെ അംഗീകരിച്ചേ പറ്റൂ. തോറ്റു തുന്നം പാടി നാണവും മാനവും കൊണ്ട് കളഞ്ഞിട്ട് ഞാനത് സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇനി വല്ല കാര്യവുമുണ്ടോ? വല്ല കാര്യവും ഉണ്ടായിരുന്നോ രാഹുലെ വലിയ പ്രതീക്ഷയൊക്കെ വച്ചു പുലർത്താൻ? ജനങ്ങൾ എന്താ വെറും മണ്ണുണ്ണികളാണെന്ന് കരുതിയോ? അല്ലെങ്കിലും അവരെ പറഞ്ഞിട്ട് എന്തിനാ? എത്ര വർഷം നിങ്ങളെ പിന്നെയും പിന്നെയും വിശ്വസിച്ചു കൂടെ നിന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ കൊലച്ചതി തന്നെയല്ലേ നിങ്ങൾ പൊതുജനത്തിനോട് ഇക്കഴിഞ്ഞ കാലം അത്രയും കാണിച്ചുകൊണ്ടിരുന്നത്. അധികാരം മാത്രം മോഹിച്ചു നടന്നപ്പോൾ അറിഞ്ഞു കാണില്ല ജനങ്ങൾ വിഡ്ഢികളല്ലെന്നും ഇങ്ങനെ ഒരു പണി കിട്ടുമെന്നും. തോറ്റിട്ട് തോൽവി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു തമാശയാണ്. തോൽവി തോൽവി തന്നെയാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. ഒപ്പം സ്വയം ഒരു സമ്പൂർണ്ണ തോൽവിയാണെന്ന് കൂടി അംഗീകരിച്ചാൽ നന്ന്. തോറ്റതിന്റെ നാണക്കേട് മാറ്റാൻ ഇനിയിപ്പോ അതൊക്കെയേ ഉള്ളൂ വഴി. സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും അർപ്പണ ബോധത്തിന് നന്ദിയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. സ്വയം ഇല്ലാതെ പോയതും അതാണ് രാഹുലെ. ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ കുറഞ്ഞ പക്ഷം താൻ ചെയ്യുന്നതും വിളിച്ചു പറയുന്നതും എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും അവനവന് കുറഞ്ഞ പക്ഷം ഉണ്ടാകണം. ഒരുമാതിരി LKG പിള്ളേരുടെ മാതിരി പാർലമെന്റിൽ പോയിരുന്ന് ഉറക്കവും തൂങ്ങിയിട്ട് ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞാലൊന്നും പൊതുപ്രവർത്തനമാവില്ല. അല്ലെങ്കിലും പൊതുജനം എന്തെന്നറിയാതെ എന്ത് പൊതുപ്രവർത്തനം. പിന്തുണച്ച എല്ലാ വോട്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. നന്ദി അത് തീർച്ചയായും പറയണം. പിന്തുണച്ച ആ കുറഞ്ഞ പക്ഷം കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള കാര്യം ആലോചിക്കാനേ വയ്യ. കാര്യം എട്ടുനിലയിൽ പൊട്ടിയെങ്കിലും പിന്തുണച്ചവർ ചെയ്ത ഉപകാരം കുറച്ചൊന്നുമല്ല. ഉപകാര സ്മരണ കുറച്ചൊക്കെ നല്ലതാണ്. ഡൽഹിയുടെ പുരോഗതിക്കും ഡൽഹിക്കാരുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം തുടരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ആണ് ശരിക്കും ചിരി വരുന്നത്. ഡൽഹിയെ ഇക്കണ്ട കാലം കൊണ്ട് വഴിയാധാരമാക്കിയതും അവർ, അവരുടെ അവകാശങ്ങൾ പോലും നൽകാതെ പിച്ചച്ചട്ടി എടുപ്പിച്ചതും അവർ, എന്നിട്ട് ഇനി രക്ഷിക്കുമെന്നും. ഇതിപ്പോ വിഷം കൊടുത്തിട്ട് അണ്ണാക്കിൽ കൈയിടുന്നത് പോലെ ആയല്ലോ രാഹുലി. ഇനിയിപ്പോ പറ്റാത്ത പണിയൊന്നും എടുത്ത് പപ്പുമോൻ വെറുതെ വെയിൽ കാഞ്ഞ് പനിയൊന്നും വരുത്തേണ്ട. ജനങ്ങൾ മോദി സർക്കാരിനെ വിശ്വസിച്ച് ഡൽഹിയുടെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഭംഗിയായി നോക്കി നടത്താൻ അദ്ദേഹത്തിന് നന്നായി അറിയാം. പിന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പപ്പുമോൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഡൽഹിയിലെ ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി വോട്ട് രേഖപ്പെടുത്തി എന്ന്. അതെ, ജനങ്ങൾ മടുത്തിട്ടും വെറുത്തിട്ടും കാത്തിരുന്ന് ഉചിതമായ സമയത്തിൽ ഏറ്റവും അനുയോജ്യനായ ഒരാൾക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തത് തന്നെയാണ്. ഈ വൈകിയവേളയിലാണെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടായല്ലോ, വലിയ കാര്യം. കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ ജനങ്ങൾ അസംതൃപ്തരായിരുന്നു എന്നും പ്രിയങ്ക ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും പ്രിയങ്ക ഒരു ഇലക്ഷനും അതിന്റെ വോട്ടെണ്ണലും ഒക്കെ കഴിഞ്ഞത് അറിഞ്ഞു. നല്ല കാര്യം. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന കാര്യം തിരഞ്ഞെടുപ്പിന് മുൻപേ നടന്ന പാർട്ടി യോഗങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു. തോറ്റപ്പോഴെങ്കിലും കുറച്ച് ബോധമുണ്ടായല്ലോ, വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങളെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഇതൊന്നും പോരാതെയാണ് രാഹുലിനെതിരെ രാജ്യത്തെ അപമാനിച്ചു എന്ന പേരിൽ ഇപ്പോൾ കേസും വന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടനയെ അപമാനിച്ചു സംസാരിച്ചു എന്ന പേരിലാണ് കേസ്. ഇതും കൂടി വന്നാൽ പപ്പുവിന് പണി പാലും വെള്ളത്തിൽ കിട്ടും. രാഹുൽ ഒന്ന് കരുതിയിരിക്കുന്നത് എന്തായാലും നന്നായിരിക്കും.